ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്കന്ധം 4 പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് സ്കന്ധം 5 കടക്കേണ്ടത്. അതിനു മുമ്പായിട്ട് ശ്രീമദ് ഭാഗവതത്തെ പറ്റി ചെറിയ രീതിയിൽ ഒരു സംക്ഷിപ്തമായ രീതിയിലൊന്ന് മനസ്സിലാക്കിയിട്ട് വരാം. അതായത് ശ്രീമദ് ഭാഗവതം പ്രാചീന ഭാരതത്തിൻ്റെ ബൃഹത്തായ സാഹിത്യ സമ്പത്തിൽ വെച്ച് വിശേഷാൽ പ്രാധാന്യമർഹിക്കുന്ന ദാർശനിക ഗ്രന്ഥമാകുന്നു ശ്രീമദ് ഭാഗവത പുരാണം. മനുഷ്യബുദ്ധിക്ക് അപഗ്രഥ്യമായ എല്ലാ അറിവുകളും ആർഷഭാരത വിജ്ഞാനമാകുന്ന വേദങ്ങളിൽ സംസ്കൃത ശ്ലോക രൂപത്തിൽ അടങ്ങിയിരിക്കുന്നു. പരമ്പരാഗതമായി ശബ്ദരൂപത്തിൽ സൂക്ഷിക്കപ്പെട്ടിരുന്ന വേദങ്ങളെ ആദ്യമായി ഗ്രന്ഥരൂപത്തിലാക്കിയത് സാക്ഷാൽ ഭഗവാന്റെ സാഹിത്യ രചനാ അവതാരമായ ശ്രീല വ്യാസദേവനാണ്. വേദങ്ങളെ ഇങ്ങനെ ചിട്ടപ്പെടുത്തിയതിനു ശേഷം ശ്രീല വ്യാസദേവൻ തൻ്റെ ആധ്യാത്മിക ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം സർവ വേദാന്തങ്ങളുടെയും സാരാംശത്തെ ഉദ്ധരിച്ച് ശ്രീമദ് ഭാഗവത രൂപേണ പ്രകാശിപ്പിച്ചു. അതിനാൽ നിഗമകൽപ്പതരോർ ഗളിതം ഫലം, വൈദിക സാഹിത്യമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ പരിപക്വമായ ഫലം എന്നറിയപ്പെടുന്ന ശ്രീമദ് ഭാഗവതം വൈദിക വിജ്ഞാനത്തിൻ്റെ ഏറ്റവും ആധികാരികവും പരിപൂർണവുമായ വിശദീകരണമാകുന്നു. വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം രചിച്ചതിന് ശേഷം അത് തൻ്റെ പുത്രനായ ശുകദേവ ഗോസ്വാമിയെ പഠിപ്പിക്കുകയും പിന്നീടൊരിക്കൽ ഗംഗാതീരത്ത് ചേർന്ന സാധു സംഗമത്തിൽ ശ്രീ ശുകൻ മഹാരാജാവായ പരീക്ഷിത്തിന് ഭാഗവതം ഉപദേശിക്കുകയും ചെയ്തു. രാജാക്കന്മാരിലെ ഋഷിവര്യനെന്ന് കീർത്തി കേട്ട പരീക്ഷിത്ത് മഹാരാജൻ സമ്പൂർണ്ണ ഭൂവിൻ്റെ തന്നെ ഏകാധിപനായി നാടുവാഴുകയായിരുന്നു. എന്നാൽ 7 ദിവസത്തിനകം തനിക്ക് മരണം സംഭവിക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ടയുടൻ അദ്ദേഹം രാജ്യഭാരം ത്യജിക്കുകയും ആത്മീയ സാക്ഷാത്കരണം എന്ന ഏക ലക്ഷ്യത്തോടെ ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്യുകയും ചെയ്തു. ആത്മാവിൻ്റെ സ്വഭാവം, പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം എന്ന് വേണ്ട അറിവിൻ്റെ പരിധിയിൽപ്പെടുന്ന സർവസ്വത്തിനെയും കുറിച്ചുള്ള പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യങ്ങളും അവയ്ക്കെല്ലാം ശ്രീ ശുകദേവ ഗോസ്വാമി നൽകുന്ന കണ്ണു തുറപ്പിക്കുന്ന ഉത്തരങ്ങളുമാകുന്നു ശ്രീമദ് ഭാഗവതം എന്ന കൃതിയുടെ ആധാരം. ശ്രീമദ് ഭാഗവതത്തിന് വിശദവും വിദഗ്ധവുമായ രീതിയിൽ ഭാവാർത്ഥങ്ങൾ നൽകിക്കൊണ്ടുള്ള ആദ്യത്തെ സമ്പൂർണ്ണ മലയാള ഭാഷാ പതിപ്പാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. ആധുനിക ലോകം കണ്ട സർവോന്നത വൈദിക ആചാര്യനും സനാതന ഭാരതീയ തത്വങ്ങളുടെ സാരോപഖ്യാതാവുമായ ദിവ്യപൂജ ശ്രീമദ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദരുടെ വിദഗ്ധവും ഭക്തിപൂർണവുമായ ഉദ്യമത്തിന്റെ മധുര ഫലമാണ് ഈ കൃതിയുടെ രൂപത്തിൽ നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുന്നത്. തൻ്റെ അഗാധമായ സംസ്കൃത പാണ്ഡിത്യവും വൈദിക സംസ്കാരത്തെക്കുറിച്ചുള്ള ബൃഹത്തായ പരിചയ സമ്പത്തും ഒത്തിണക്കിക്കൊണ്ട് ശ്രീല പ്രഭുപാദർ ആധുനിക മനുഷ്യന് ഉപകരിക്കും വിധം ഈ മഹാപുരാണത്തിലെ ഉന്നത തത്വങ്ങൾക്ക് ഉത്കൃഷ്ടമായ നിർവചനങ്ങൾ നൽകിയിരിക്കുന്നു. സംസ്കൃതം, മലയാളം ലിപികളിൽ മൂലശ്ലോകം, പദാനുപദ അർത്ഥം, മലയാള വിവർത്തനം, സമഗ്രമായ ഭാവാർത്ഥം എന്ന രീതിയിൽ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതിനാൽ പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഇത് ഉപയോഗിക്കാവുന്നതാണ്.
ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റിന് പ്രകാരമായുള്ള പല വാല്യങ്ങൾ വരുന്ന ഈ മഹത് ഗ്രന്ഥം ആധുനിക മനുഷ്യന്റെ ബൗദ്ധികവും സാംസ്കാരികവും ആധ്യാത്മികവുമായ ജീവിതത്തിൽ ചിരകാലം സുപ്രധാനമായ പങ്കു വഹിക്കും എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ വിവരണം, ശ്രീല പ്രഭുപാദിന്റെ വിവരണം വായിക്കാനിടയായ കുറച്ച് ആൾക്കാരുടെ പ്രതികരണങ്ങൾ കൂടെ നമുക്ക് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. ഡോക്ടർ അലക്സ് വെയ്മാൻ, സംസ്കൃത വിഭാഗം പ്രൊഫസർ, കൊളംബിയ സർവകലാശാല, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ദിവ്യപൂജ്യ ശ്രീമദ് AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരുടെ ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് ഗ്രന്ഥ നിരൂപകർ പറയുന്നു. AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ എഴുതിയ ആധികാരികവും ഉത്കൃഷ്ടവുമായ ശ്രീമദ് ഭാഗവതം ഈയിടെ വായിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തിന് വളരെയേറെ സന്തോഷമുള്ളതായി പറയുന്നു. പാശ്ചാത്യ ദേശക്കാരായ നിരവധി ജനങ്ങൾക്ക് ശ്രീമദ് ഭാഗവതത്തിന്റെ ഉദാത്തമായ സന്ദേശം അതുകൊണ്ട് പ്രയോജനപ്പെടാനുള്ള ദുർലഭമായ അവസരമാണ് ഇതിലൂടെ സാധിച്ചിരിക്കുന്നത് എന്നാണ് ഡോക്ടർ അലക്സ് വെയ്മാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രൊഫസർ PC അഗർവാൾ അധ്യക്ഷനായ മനുഷ്യശാസ്ത്ര വിഭാഗത്തിന്റെ മിഷിഗൻ സർവകലാശാലയുടെ അധ്യക്ഷനായ പ്രൊഫസർ പറയുന്നത് ശ്രീമദ് ഭാഗവതം പല വിഭാഗങ്ങളിലുള്ള വായനക്കാർക്ക് വിലപ്പെട്ട വിജ്ഞാന സ്രോതസ്സാകും എന്ന് തന്നെയാണ്. സംസ്കൃതം മൂലശ്ലോകം, ആംഗലേയ റോമൻ ലിപികളിൽ ശ്ലോക അന്തരണം, പദാനുപദ ഇംഗ്ലീഷ് അർത്ഥം, ഇംഗ്ലീഷ് വിവർത്തനം, ഇതേ തത്വചിന്ത അനുസരിച്ച് സ്വജീവിതം നയിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠനാൽ എഴുതപ്പെട്ട സമഗ്രമായ ഭാവാർത്ഥം. ഈ കൃതി നിസ്സംശയം ഏതൊരു ജിജ്ഞാസുവായ മത തത്വശാസ്ത്ര വിദ്യാർത്ഥിക്കും പണ്ഡിതനും ആകർഷകമായി ഭവിക്കും. സുപ്രധാനവും തികച്ചും ഉപയോഗപ്രദവുമായ വിജ്ഞാന നിധി എന്ന നിലയിൽ ഈ ഗ്രന്ഥത്തെ ഞാൻ എല്ലാവർക്കും ശുപാർശ ചെയ്യുന്നു. അടുത്ത ഡോക്ടർ ജോൺ L. മിഷ്, മുഖ്യ കാര്യദർശിയാണ് പൗരസ്ത്യ വിഭാഗത്തിന്റെ ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയുടെ. അദ്ദേഹം പറയുന്നു, നവീനമായ വിവർത്തനങ്ങളോടും ഭാവാർത്ഥങ്ങളോടും കൂടിയുള്ള ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റിന്റെ ആർഷഭാരത സാഹിത്യ ശൃംഖല ആധ്യാത്മിക ഭാരതത്തെക്കുറിച്ച് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന അറിവിലേക്ക് സുപ്രധാനമായ സംഭാവനയാണ് നൽകിയിരിക്കുന്നത്. അവയിൽ വച്ച് ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയ പതിപ്പ് വിശേഷിച്ചും സ്വാഗതാർഹമാകുന്നു എന്നാണ് അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി ശ്രീമദ് ഭാഗവതത്തിന്റെ 5-ാമത്തെ സ്കന്ധത്തിന്റെ ആമുഖത്തിൽ പറയുന്നത്, മാനവ സമൂഹത്തിന്റെ വർത്തമാന ആവശ്യം എന്തെന്ന് നാം ബോധവാന്മാരായിരിക്കണം. എന്താണ് ആ ആവശ്യം? പ്രത്യേക സമുദായത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഭൂമിശാസ്ത്രമായ അതിരുകൾക്ക് ഉള്ളിൽ ഒതുങ്ങുന്നതല്ല മാനവ സമൂഹം. മധ്യയുഗത്തിലുള്ളതിനേക്കാൾ വിശാലമാണ് അത്. മാത്രവുമല്ല, പ്രപഞ്ച പ്രവണത സദാ ഒരൊറ്റ മാനവ സമുദായത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഭാഗവതം അനുസരിച്ച് ആത്മീയ കമ്മ്യൂണിസത്തിന്റെ മാതൃക ഏറെക്കുറെ സമ്പൂർണ്ണ മാനവരാശിയുടെ ഏകത്വത്തിൽ മാത്രമല്ല, ജീവസത്തകളുടെ സമ്പൂർണ്ണ ശക്തിയിലും അധിഷ്ഠിതമാണ്. ഈ സിദ്ധാന്തത്തെ വിജയകരമായ ആദർശ സംഹിതയായി ഉയർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യം മഹാ തത്വചിന്തകന്മാർ മനസ്സിലാക്കിയിരിക്കുന്നു. മാനവ സമൂഹത്തിന്റെ ഈ ആവശ്യം ശ്രീമദ് ഭാഗവതം പൂർത്തീകരിക്കും. ആകയാൽ പൊതുഹേതു എന്ന ആദർശം സ്ഥാപിച്ചെടുക്കുവാൻ ജന്മാദിയസ്യ എന്ന വേദാന്ത ദർശന നീതിവാക്യത്തിലാണ് ഭാഗവതത്തിന്റെ ആരംഭം. വിസ്മൃത അവസ്ഥയുടെ അന്ധകാരത്തിലല്ല വർത്തമാനകാല മനുഷ്യ രാശി. ഇന്ന് ലോകം ഭൗതിക സുഖ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, സാമ്പത്തിക പുരോഗതി എന്നിവയിൽ ശീഘ്രമായ പുരോഗതി കൈവരിച്ചിരിക്കുന്നു. എന്നിരുന്നാലും സമൂഹത്തിൽ എവിടെയൊക്കെയോ ഉയർന്ന തോതിൽ മുറുമുറുപ്പ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനാൽ തുലോം അപ്രധാനങ്ങളായ വിഷയങ്ങളെ ചൊല്ലിപ്പോലും കലഹങ്ങൾ ഉണ്ടാകുന്നു. ആകയാൽ സമാധാനത്തോടെ, സ്നേഹത്തോടെ, സമൃദ്ധിയോടെ ഒരു പൊതു കാര്യത്തിനായി എപ്രകാരം ഐക്യത്തിൽ വസിക്കുവാനാകും എന്നതിന് മനുഷ്യരാശിക്ക് ഒരു മാർഗനിർദ്ദേശം ആവശ്യമായി വരുന്നു. ഈ ആവശ്യം ശ്രീമദ് ഭാഗവതത്തിലൂടെ നിറവേറ്റാനാകും. എന്തെന്നാൽ ഇത് മുഴുവൻ മാനവ സമൂഹത്തിന്റെ പുനരാത്മീകരണത്തിനുള്ള സാംസ്കാരിക അവതരണമാകുന്നു. സമൂഹത്തിന്റെ രാക്ഷസ ഛായയിൽ പരിവർത്തനം നടത്താനായി മഹാഭക്തനും ഗുരുകുല വിദ്യാർത്ഥിയുമായ പ്രഹ്ലാദ മഹാരാജാവിനാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാകയാൽ ശ്രീമദ് ഭാഗവതം പാഠശാലകളിലും കലാശാലകളിലും
നിർബന്ധമായും ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരുന്നു. അതായത് ഭാഗവതം 7-ാമത്തെ സ്കന്ധം 6-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പോലെ കൗമാര ആചരയത് പ്രജ്ഞോ ധർമാൻ ഭാഗവതാൻ നിഹ ദുർലഭം മാനുഷം ജന്മ തദ് അപധ്രുവ അർത്ഥമിതം. അതായത് ഈശ്വരരഹിത സംസ്കാരത്തിന്റെ ന്യൂനതകൾ നിമിത്തമാണ് മനുഷ്യ സമൂഹത്തിൽ അസമത്വം ഉണ്ടാകുന്നത്. സർവശക്തനായ ഭഗവാനിൽ നിന്നാണ് സർവ്വതും ഉത്ഭവിക്കുന്നത്. ഭഗവാനാലാണ് സർവ്വതും സംരക്ഷിക്കപ്പെടുന്നത്. അന്തിമത്തിൽ സർവ്വതും അനന്ത വിശ്രമത്തിൽ വിലയം പ്രാപിക്കുന്നതും അഥവാ ഉന്മൂലനം ചെയ്യപ്പെടുന്നതുമെല്ലാം ഭഗവാനിലാണ്. സ്ഥൂലമായ ആദി ഭൗതിക ശാസ്ത്രം സൃഷ്ടിയുടെ പരമ ഉത്ഭവ കേന്ദ്രത്തെ കണ്ടെത്താൻ അപര്യാപ്തമായ ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ പരമാർത്ഥത്തിൽ സർവ്വതിനും ഒരേ ഒരു പരമ കേന്ദ്രം മാത്രമാണുള്ളത്. ഈ പരമ സ്രോതസ്സിനെ കുറിച്ച് സംയുക്തമായും ആധികാരികമായും മനോജ്ഞ ഗംഭീരമായ ശ്രീമദ് ഭാഗവതത്തിൽ വിശദമാക്കിയിരിക്കുന്നു. അതീന്ദ്രിയ ആത്മീയ ശാസ്ത്രമായ ശ്രീമദ് ഭാഗവതം സർവ്വതിൻ്റെയും ആത്യന്തിക ഉൽപ്പത്തി കേന്ദ്രം എന്തെന്ന് മനസ്സിലാക്കുവാൻ ഉതകുന്നു എന്ന് മാത്രമല്ല, ശരിയായ ജ്ഞാനത്തിലൂടെ മാനവ സമൂഹത്തെ സമ്പൂർണതയിലേക്ക് നയിക്കുക എന്ന നമ്മുടെ കർത്തവ്യത്തെയും ഭഗവാനോടുള്ള നമ്മുടെ ബന്ധത്തെയും ഗ്രഹിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. സംസ്കൃത ഭാഷയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അതിശക്തമായ പഠന വിഷയമാണ് ശ്രീമദ് ഭാഗവതം. ഈ മഹത് ഗ്രന്ഥം മലയാള ഭാഷയിൽ വിശദമായി വിവർത്തനം ചെയ്ത് സമർപ്പിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം സൂക്ഷ്മ പഠനത്തിലൂടെ ഒരാൾക്ക് ഭഗവാനെ നല്ലവണ്ണം മനസ്സിലാക്കുവാനും അത്രത്തോളം വിശാലമായി വിവരിച്ചിരിക്കുന്നതാകയാൽ നാസ്തികരുടെ വാചക കസർത്തുകളെ തൃപ്തികരമായി പ്രതിരോധിക്കുവാൻ ഈ ഗ്രന്ഥം അഭ്യസിച്ച ഒരാൾക്ക് സാധ്യമാവുകയുമാണ്. ഇതിനെല്ലാം ഉപരിയായി ഭഗവാൻ മൂർത്ത തത്വമാണെന്ന ആദർശം സ്വീകരിച്ച് അംഗീകരിക്കുവാൻ തക്ക വിധം മറ്റുള്ളവരിൽ പരിവർത്തനം വരുത്തുവാനുള്ള കഴിവും പഠിതാവിന് ഉണ്ടാകുന്നു. ആത്യന്തികമായ ഉത്ഭവ കേന്ദ്രം ഏതെന്ന വ്യാഖ്യാനത്തിലൂടെ ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നു. ശ്രീല വ്യാസദേവനാൽ രചിക്കപ്പെട്ട വേദാന്ത സൂത്രത്തിന്റെ നിർവ്യാജ്യമായ വ്യാഖ്യാനമാണ് ഈ മഹത് ഗ്രന്ഥം. അങ്ങനെ നവസ്കന്ധങ്ങളിലായി ക്രമേണ വർദ്ധിതമായി ഭഗവത് സാക്ഷാത്കാരത്തിന്റെ അത്യുന്നതമായ അവസ്ഥയെ പ്രാപിക്കുന്നു. ഒരു സാധാരണ ഗ്രന്ഥം എന്ന പോലെ ഇടയ്ക്കും മുറയ്ക്കുമല്ലാതെ പടിപ്പടിയായി വായിച്ച് പുരോഗമിക്കണമെന്ന ആവശ്യമാണ് അതീന്ദ്രിയ ആത്മീയ വിജ്ഞാന ശാസ്ത്രമാകുന്ന ഈ മഹത് ഗ്രന്ഥത്തിന് അഭ്യാസത്തിന് ആവശ്യമായ ഏക യോഗ്യത. ഓരോരോ അധ്യായമായി ഒന്നിനു പുറകെ മറ്റൊന്നായി നിഷ്ഠയോടെ അഭ്യസിക്കണം. യഥാർത്ഥ സംസ്കൃത മൂലഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അതേ രീതിയിലാണ് സംഗതികളെ ഈ മലയാള പരിവർത്തനത്തിലും മലയാള പരിഭാഷ, അർത്ഥം, വ്യാഖ്യാനം, ആശയം എന്നീ ക്രമത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇതിന്റെ മുഖ്യ ഉദ്ദേശം ആദ്യ നവസ്കന്ധങ്ങളും പൂർത്തിയാക്കുന്ന പഠിതാവ് നിശ്ചയമായും ഭഗവത് സാക്ഷാത്കാരം സിദ്ധിച്ച ഒരു ആത്മാവായി തീരും എന്നത് സത്യമാണ്. ദശമസ്കന്ധം പൂർവ്വ നവസ്കന്ധങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. ദശമസ്കന്ധത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതീന്ദ്രിയവും സർവ അതിശായിയും ആത്മജ്ഞാനപരവുമായ ലീലകളെ മനോജ്ഞ ഗംഭീരമായും സ്പഷ്ടമായും പ്രതിപാദിച്ചിരിക്കുന്നു. ആദ്യ നവസ്കന്ധങ്ങളും അഭ്യസിക്കാത്ത ഒരാൾക്ക് ദശമസ്കന്ധം പൂർണ്ണമായും ഉൾക്കൊള്ളുക അസാധ്യമാണ്. ഈ മഹത് ഗ്രന്ഥം തികച്ചും സ്വച്ഛന്തമായ ദ്വാദശ സ്കന്ധങ്ങളാൽ സമ്പൂർണമാണ് എന്ന് വരികിലും ഓരോരോ സ്കന്ധങ്ങളായി ക്രമാനുഗതമായി പഠിച്ച് ഗ്രഹിക്കുന്നതാണ് ഏവർക്കും അഭികാമ്യം. ശ്രീമദ് ഭാഗവതം അവതരിപ്പിച്ചതിലുള്ള എൻ്റെ ചപലതയെ ഞാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിലും താഴെ പ്രസ്താവിച്ചിരിക്കുന്ന ശ്രീമദ് ഭാഗവത ശ്ലോകത്തിന്റെ പ്രഭാവശക്തിയാൽ സാമൂഹിക നായകന്മാരും ചിന്തകന്മാരും ഈ ഗ്രന്ഥത്തെ ഉത്സാഹപൂർവ്വം വരവേൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തദ്വാ ഗി സർഗോ ജനതാഖ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി നാനാന്യ അനന്തസ്യ യശോങ്കിദാനിയ ശൃണ്വന്തി ഗായന്തി ഗൃണ്ണന്തി സാധവ. അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ സീമാതീതനായ പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയവും സർവ അതിശായിയും ആത്മജ്ഞാനപരവുമായ മാഹാത്മ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നാമരൂപ ലീലകളാൽ സമ്പൂർണമായ ആ വിജ്ഞാന സാഹിത്യം ഈശ്വരരഹിതമായ
ഭഗവത് ഭക്തിയില്ലാത്ത വഴിപിഴച്ച ജീവിതത്തിൽ പരിവർത്തനം വരുത്തുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു അതീന്ദ്രിയ ആത്മീയ സൃഷ്ടിയാണ്. അവിധമുള്ള ആത്മജ്ഞാനപരമായ സാഹിത്യം ചിട്ടാനുസൃതമല്ലാതെ രചിക്കപ്പെട്ടവയാണെങ്കിൽ കൂടിയും അങ്ങേയറ്റം സത്യസന്ധരും ആത്മശുദ്ധി കൈവരിച്ചവരുമായ മഹത്തുക്കൾ ശ്രവിക്കുകയും കീർത്തിക്കുകയും സ്വീകരിച്ച് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഹരി ഓം തസ്സത്. AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഇപ്രകാരം ശ്രീമദ് ഭാഗവതത്തെ വിശദമായി മനസ്സിലാക്കാൻ മലയാള പരിഭാഷയിൽ അദ്ദേഹത്തിൻ്റെ കൃതിയെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ആയതിനാലാണ് ഇതെല്ലാം മലയാളത്തിൽ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഈ ഭാഗവത ശ്രവണത്തിലൂടെ പരമദിവ്യോത്തമ പുരുഷനായ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കുവാനോ അംഗീകരിക്കാനോ സാധിച്ചുവെങ്കിൽ എൻ്റെ ജന്മം സഫല്യമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപേക്ഷിക്കുന്നു. ഹരിബോൽ. ഹരേ കൃഷ്ണ. താങ്ക് യു.